വസ്ത്രം എങ്ങനെയാണ്? വസ്ത്രം മറ്റുള്ളവർ കൊള്ളാമെന്ന് പറയുന്ന അവരാണ് കാണുന്നത്. ആഹാരം നീ കഴിക്കുന്നു. പാവപ്പെട്ട ദീപക് എന്ന് പറയുന്ന ഒരു സഹോദരന്റെ മരണത്തിലെത്തിച്ച ഒരു പെണ്ണ്, കഷ്ടകാലമാണോ നഷ്ടകാലമാണോ ഒന്നും അറിയില്ല, സമുദായത്തിന്റെ പേരായി പോയി. ആ സഹോദരിയുടെ വസ്ത്രധാരണം നമ്മൾ കണ്ടു. ഇന്ന് വടകരയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ എവിടെന്നോ ഒരു സാധനം പറന്നിറങ്ങി തലയിൽ വീണു പർദ്ദ. അങ്ങനെയാണ്. എല്ലാ ആളുകൾക്കും അവസാനം പോലീസിന്റെ പിടിയിലാകുമ്പോൾ ഒരു പർദ്ദയുണ്ട്. അത് എവിടെന്ന് കിട്ടുന്നു എന്നറിയില്ല. ഈ പർദ്ദയോടുള്ള സ്നേഹമാണോ പർദ്ദയെ പറിച്ച് ചീന്തലാണോ ഇതൊന്നും നമുക്കറിയില്ല. എന്തായിരുന്നാലും പർദ്ദ വന്നു. 10 മിനിറ്റ് കൂടെ ആകുമ്പോഴേക്ക് എന്റെ കോട്ട തീരും. അപ്പോൾ നന്നായിട്ട് സംസാരിക്കാൻ കഴിയും അല്ലേ? ലേറ്റായി വന്നാലേ ലേറ്റസ്റ്റായി വരിക എന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ റോഡ് മാർഗം വരുമ്പോൾ തന്നെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് എന്തായിരുന്നാലും ഒരു 10 മിനിറ്റ് കൂടി വളരെ സുപ്രധാനമായ ഒരു കാര്യം കൂടി ഈ വേദിയിൽ എനിക്ക് പറയേണ്ടതുണ്ട്. അത് രാഹുൽ ഈശ്വറിനെ പോലുള്ള പുരുഷന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരുപക്ഷെ ആദ്യത്തെ വ്യക്തിയാണെന്നാണ് എൻ്റെ വിശ്വാസം. സ്ത്രീ സുരക്ഷിത ഞാനും മിനിങ്ങാന്ന് എൻ്റെ പേജിൽ കുറിച്ചിട്ടു. പുരുഷന്റെ സീറ്റിൽ സ്ത്രീ ഇരുന്നാൽ പ്രശ്നമില്ല. അപ്പൊ അതിൻ്റെ അടിയിൽ വന്ന് എന്തിനും കുത്തിക്കളച്ച് നോക്കുന്ന ചില ആളുകളുണ്ടല്ലോ. പുരുഷൻ എവിടാ ഉസ്താദേ സീറ്റ്? സാധാരണ ഞാൻ മറുപടി കൊടുക്കാറില്ല. അത് പഠിക്കാനാണെന്നുള്ളത് കൊണ്ട് ഞാൻ മറുപടി കൊടുത്തു. പുരുഷൻ ഇരിക്കുന്നത് എവിടാണോ അത് തന്നെ അവന്റെ സീറ്റ്. അതിനടുത്തൊരു സ്ത്രീ വന്നിരുന്നാൽ പ്രശ്നമല്ല അല്ലേ? വനിതാ കമ്മീഷൻ ഉണ്ട്. അതുപോലെ തന്നെ സ്ത്രീ വിമോചന പോരാളികളുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ദീപകിന്റെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് 1 ലക്ഷം രൂപ കൈമാറിയിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങേ അറ്റത്ത് 3 ലക്ഷം 2 ലക്ഷം കൂടിയല്ലേ? അതാണ്. ഒരമ്മയ്ക്ക് എത്ര കിട്ടിയാലും മതി വരില്ല. തൻ്റെ മകനോളമാകില്ല. ആ മകൻ കോവിഡ് വന്ന് മരിച്ചിരുന്നുവെങ്കിൽ ആ അമ്മയ്ക്ക് ഇത്ര നീറ്റൽ വരൂല. ആ മകൻ പോകുന്ന പോക്കിൽ ആക്സിഡന്റ് സംഭവിച്ചു മരിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും വളഞ്ഞിട്ട് ആ മകനെ അടിച്ച് കൊന്നിരുന്നെങ്കിൽ, ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ കാണുന്നില്ലേ, വിവിധ സ്റ്റേറ്റുകളിൽ നമ്മൾ കാണുന്നില്ലേ പശുവിന്റെ പേരിൽ തല്ലിക്കൊല, അതുപോലെ കൊന്നിരുന്നെങ്കിലും ഇത്രയും സങ്കടം ആ അമ്മയ്ക്ക് ഉണ്ടാവൂല. ഒരു പെണ്ണ്, അതും അപമാനം, മനുഷ്യന്റെ ജീവൻ അവശേഷിക്കുന്നിടത്തോളം അപമാനഭാരം പേറി കഴിയാൻ ആ പാവപ്പെട്ടവന് കഴിയാതെ വന്നപ്പോ, അരുത്, നമുക്കെല്ലാത്തിനും വഴിയുണ്ടെന്ന് തന്റെ സതീർത്തിയർ പറഞ്ഞു കൊടുക്കുമ്പോഴും ഇല്ല, എനിക്കിനി ജീവിക്കണ്ട എന്ന് പറഞ്ഞ് ഒരു കഷ്ണം കയറിൽ തന്റെ ജീവിതം എന്നേക്കുമായി അവസാനിക്കുമ്പോൾ പുരുഷന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി സംസാരിക്കുന്നു. ശരിയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞു, ഈ അടുത്ത സമയത്തൊരു കുടുംബ പ്രശ്നം ഉണ്ടായി. ഭാര്യയും ഭർത്താവും തമ്മിൽ പള്ളി കമ്മിറ്റി ഓഫീസിൽ, നമ്മുടെ പള്ളിയുടെ കാര്യമാണല്ലോ പറഞ്ഞു വരുന്നത്, അവിടെ അതിനെ പരിഹാരം കാണുകയാണ്. പുരുഷന് സ്ത്രീക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇതിനെ ഉടക്കി പിരിച്ചു വിടാൻ എളുപ്പമാണ്, ഒരുമിച്ച് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ എന്താ ഇതിന് പരിഹാരം? അങ്ങനെ പലരും 2 കമ്മിറ്റിക്കാരും ഒക്കെ പറഞ്ഞ് ഇതിനെ ഒരുമിച്ച് കൊണ്ടുപോകണമെന്നുള്ള തത്വത്തിൽ എത്തിയപ്പോ പെണ്ണിനോട് ചോദിച്ചു, നിനക്കെന്താ പറയാനുള്ളത്? പെണ്ണിന് പറയാനുള്ളതൊക്കെ പെണ്ണ് പറഞ്ഞു. അപ്പൊ അവസാനം പുരുഷനോട് ചോദിച്ചു, നിനക്കെന്തെങ്കിലും, ഭർത്താവിനോട് ചോദിച്ചു, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ അയാൾ ദയനീയമായി പറഞ്ഞ ഒരൊറ്റ കാര്യം, എനിക്കൊന്നേ പറയാനുള്ളൂ, ഇവള് ഇനി എന്നെ അടിക്കാൻ പാടില്ല, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആ നിലയിൽ പ്രിയപ്പെട്ടവരെ, പല വീടുകളിലും പുരുഷന്മാര് പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതൊക്കെ എടുത്ത് പൊതുവായ ഒരു മേഖലയിൽ കൊണ്ടുവന്ന് പുരുഷന്റെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. ഫാസിസത്തിനെതിരെയും അതുപോലെ സാമ്രാജ്യത്തിനെതിരെയും അദ്ദേഹത്തിന്റെ ശബ്ദം എക്കാലവും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട്, ഒരു 10 മിനിറ്റ് നേരത്തെ അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം കൊടുക്കണമല്ലോ. ഒരു 10 മിനിറ്റ് കൂടായ എൻ്റെ കോട്ട തികയും. പക്ഷെ എന്നാലും ഞാൻ അതിനുവേണ്ടി മുതിരുന്നില്ല. പറഞ്ഞു വന്ന കാര്യം ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം പറയാണ്. ചെറിയ പ്രായത്തിലെ നമ്മുടെ മക്കളെ പള്ളിയോട് അടുപ്പിച്ചു കൊണ്ടുവരണം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇബ്രാഹിം നബിയുടെ ദുആ. ഇബ്നു ഉമർ തങ്ങൾ ചെറിയ പ്രായത്തിലാകുമ്പോൾ നബി തങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു, ഒരു വിശ്വാസിയുടെ ഉദാഹരണം എന്താണ്? ഇല കൊഴിക്കാത്ത ഒരു മരം, ഏത് സമയത്തും ആ മരം ജനങ്ങൾക്ക് ഫലം കൊടുക്കുന്നുണ്ട്, അത് വിശ്വാസിയുടെ ഉദാഹരണമാണ്. അറിയുമോ നിങ്ങൾക്ക് ആ വൃക്ഷം ഏതാണെന്ന്? അബൂബക്കർ സിദ്ദീഖ് അടുത്ത് മുമ്പിലിരിപ്പുണ്ട്.
ഉമർ തങ്ങൾ മുമ്പിലിരിപ്പുണ്ട്. അവർക്ക് ആർക്കും അറിയില്ല. പക്ഷേ ഉമർ തങ്ങളുടെ മകൻ അബ്ദുല്ലാഹിബിൻ ഉമർ, കൊച്ചുമറിന് ഇതറിയാം. ഉമർ തങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഉത്തരം കണ്ടെത്തി. പിന്നീട് പുറത്തിറങ്ങിയിട്ടാ പറഞ്ഞത് മോൻ വാപ്പായോട്, വാപ്പാ എനിക്കത് അറിയായിരുന്നു, ഞാൻ എന്താണോ മനസ്സിൽ കണ്ട അതാ നബിതങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം വാപ്പ ചോദിച്ചു അഭിമാനത്തോടെ, മോനെ നിനക്കത് പറഞ്ഞൂടായിരുന്നു ആ സദസ്സിൽ വെച്ച്? വാപ്പാ തലയിരിക്കുമ്പോൾ വാലാടാവോ എന്ന അർത്ഥത്തിൽ പറഞ്ഞു. നിങ്ങൾ പറയാതിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കൊരു കുറച്ചിലാവൂലേ, അതുകൊണ്ട് മിണ്ടിയില്ല. എന്താ ഇതിന് മനസ്സിലാക്കാൻ പറ്റുന്നത്? ചെറിയ പ്രായത്തിലെ മക്കളെ പള്ളിയോട് അടുപ്പിച്ചു എന്നുള്ളതാണ്. മാനവികമായ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മാനവിക സൗഹൃദത്തിന്റെ സന്ദേശം വിളിച്ചോതുന്ന ഈ സദസ്സിന്റെ സമാപനത്തിൽ വിശിഷ്ടാതിഥിയെ നമ്മൾ പ്രസംഗിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം കൂടി ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയാണ്. ഞാൻ പറഞ്ഞു വെച്ചത് എന്താണോ അവിടേക്ക് തിരിച്ചു വന്നുകൊണ്ട് എൻ്റെ പ്രസംഗത്തെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഈ പള്ളി നമ്മുടെ നാടിന്റെ സെക്രട്ടേറിയറ്റ് ആണ്. സമാന്തര സെക്രട്ടേറിയറ്റ് അല്ല. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നമ്മുടെ നിയമസഭയും സെക്രട്ടേറിയറ്റിന്റെ കഥയല്ല പറയുന്നത്. ഈ നാടിന്റെ സെക്രട്ടേറിയറ്റ് ആണ്, ഈ നാടിന്റെ കോടതിയാണ്. എല്ലാം പള്ളിയിൽ ചെന്ന് പറ എന്ന് പറയുമ്പോൾ പള്ളിയിൽ പറഞ്ഞ പരിഹാരമാകുമെന്നതാണ്. ഞാനൊരു കാര്യം കൂടി പറയട്ടെ. ഇവിടുത്തെ പൊട്ടുതൊട്ട അമ്മയുടെ മകനും തട്ടമിട്ട ഉമ്മയുടെ മകനും കുരിശുമാലയണിഞ്ഞ മാതാവിന്റെ മകനും ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുമ്പോൾ ആ മൂന്ന് കൂട്ടവും ഇനി അതിനപ്പുറത്ത് മതമില്ല എന്ന് പറയുന്നവനും, അതിനപ്പുറത്ത് മനുഷ്യന്റെ അപ്പുറത്ത് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ എന്ന് പറഞ്ഞെടുത്ത് അയൽവാസിയായ മനുഷ്യൻ എന്ന വാക്ക് നിങ്ങൾ കണ്ടില്ല. ഇന്ന് പലരും പറയുന്നത് എന്താണെന്നറിയോ? അയൽവാസി അയൽവാസി. പ്രിയപ്പെട്ട സ്നേഹിതൻ രാഹുൽ ഈശ്വർ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് ഈ കാര്യം പറയുന്നതിൽ അഭിമാനമുണ്ട്. അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ച് മൃഷ്ടാന്ന ഭോജനം നടത്തുന്നവൻ എന്റെ സമുദായത്തിൽപ്പെട്ടവനല്ല. ഈ ഹദീസ് പറഞ്ഞിട്ട് പലരും പ്രസംഗിക്കാറുണ്ട്, സഹോദരങ്ങളെ അവിടെ മുസ്ലിം എന്ന് പറഞ്ഞില്ല എന്ന്, ഹിന്ദു എന്ന് പറഞ്ഞില്ല എന്ന്. ശരിയാണ്, സമ്മതിച്ചു. പക്ഷേ അങ്ങനെ പറയുന്നവരോട് ഒരു കാര്യം കൂടി പറയുന്നു, മനുഷ്യരെന്നും അവിടെ പറഞ്ഞില്ല. മനുഷ്യരെന്നും പറഞ്ഞില്ല. 40 വീടിന്റെ ചുറ്റളവ്, 4 ഭാഗത്ത് നിന്ന് 40 വീടിന്റെ ചുറ്റളവിൽ മനുഷ്യരല്ല. ഒരു കാക്ക വെള്ളം കിട്ടാതെ കിടന്നാൽ, ഒരു നായ വെള്ളം കിട്ടാതെ കിടന്നാൽ, നിന്റെ 40 വീടിന്റെ ചുറ്റളവിലാണോ ആ നായയുടെ കൂടുള്ളത്? ആ നായ താമസിക്കുന്ന ആ ഒരു ചെറിയ പ്രദേശം ഈ 40 വീടിന്റെ ചുറ്റളവിലാണോ? ആ നായയ്ക്ക് പട്ടിണി കിടക്കേണ്ടതിന്റെ പേരിൽ നീ റബ്ബിന്റെ മുമ്പ് സമാധാനം പറയണമെന്ന് പഠിപ്പിച്ച മതമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാം. അതുകൊണ്ട് മാനവിക സന്ദേശമാണ് എപ്പോഴും ഉള്ളത്. അള്ളാഹുവിനെയാണല്ലോ നമ്മൾ ആരാധിക്കുന്നത്, സർവശക്തനായ ഏകനായ അള്ളാഹ്. ആ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ പറഞ്ഞത് മുസൽമാന്റെ റബ്ബെന്നല്ല, അഹ്ലുസുന്നത്തിന്റെ റബ്ബെന്നല്ല, മുജാഹിദിന്റെ റബ്ബെന്നല്ല, ജമാഅത്തിന്റെ റബ്ബെന്നല്ല, മുസൽമാന്റെ റബ്ബെന്നല്ല. പിന്നെ പറഞ്ഞെന്താണ്? ഖുൽ അഊദു ബിറബ്ബിന്നാസ്. രാഹുൽ ഈശ്വർ അടക്കമുള്ള മുഴുവൻ മതവിശ്വാസികളുടെയും ലോകത്തുള്ള മതമില്ലാത്തവന്റെയും മനുഷ്യന്റെ റബ്ബ്. ഇതിനപ്പുറം എന്താ മാനവികത ലോകത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ? നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ്? നമ്മുടെ ജീവനേക്കാൾ നമ്മൾ സ്നേഹിക്കുന്നത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറഞ്ഞത് സ്വലാത്ത് ചെല്ലുന്നവന്റെ പ്രവാചകനെന്നല്ല, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവാചകനെന്നല്ല, കാഫത്തൽ ലിന്നാസി, ജനങ്ങൾക്കാകമാനം നിയോഗിക്കപ്പെട്ട പ്രവാചകൻ എന്നാണ്. ഇവിടുത്തെ എല്ലാ മതവിഭാഗത്തിന്റെയും പ്രവാചകനാണ്. നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന നമ്മുടെ പരിശുദ്ധ ഖുർആൻ, ഇടത് കയ്യിൽ ഇന്ത്യൻ ഭരണഘടനയെയും വലത് കയ്യിൽ പരിശുദ്ധ ഖുർആനെയും ചേർത്ത് വെച്ചുകൊണ്ട് രാത്രി കിടന്നുറങ്ങുന്ന ഇന്ത്യയിലെ മുസൽമാൻ, ഈ ലോകത്ത് ഒരു മുസൽമാന്റെ ഏറ്റവും വലിയ ആയുധവും പ്രമാണവും കാറ്റലോഗും അവന്റെ സർവസ്വവും അവന്റെ ഖുർആനാണ്. ആ ഖുർആനിനെ അള്ളാഹു പരിചയപ്പെടുത്തിയത് മുസ്ലിമിന് മാത്രമുള്ള വേദഗ്രന്ഥമെന്നല്ല, ഹുദൽ ലിന്നാസി, ജനങ്ങൾക്ക് സന്മാർഗം കൊടുക്കുന്നതെന്നാണ്. അവിടെയും മാനവികത. നാലാമതായി നമ്മൾ 5 നേരം തിരിഞ്ഞു നിസ്കരിക്കുന്ന പരിശുദ്ധ കഅബ, അത് ആർക്കാ? ഹാജിമാർക്കുള്ളതല്ല, ഹാജിയാർക്കുള്ളതെന്നല്ല പറഞ്ഞത്. വുളി അലിന്നാസി, ജനങ്ങൾക്ക് വേണ്ടി പണി കഴിപ്പിക്കപ്പെട്ട ഭവനമെന്നാണ്. ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും പണി കഴിപ്പിക്കപ്പെട്ട ഭവനമെന്നുള്ളതാണ്. ഇനി ഈ കുറ്റിപ്പുറത്ത് തന്നെ കേൾക്കുന്ന മുസ്ലിം ഉമ്മാന്റെ മക്കളായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കുന്തും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഏറ്റവും ഉത്തമർ. നമ്മളെപ്പറ്റി പറയുന്ന മേത്തന്മാരാണെന്നോ, മേത്തന്മാർ, മേത്തൻ എന്ന് പറഞ്ഞാൽ എന്താ? മേൽത്തരക്കാർ. അൻതുമുൽ അഅ്ലഊൻ, നിങ്ങളാണ് മേൽത്തരക്കാർ. ആ മേൽത്തരക്കാരെന്ന് പറയുന്ന നമ്മൾ, അല്ലാഹ് പറഞ്ഞത് നിങ്ങളെ മുസ്ലിങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചവരല്ല,
നിങ്ങളെ സുന്നികൾക്ക് വേണ്ടി നിയോഗിച്ചവരല്ല, നിങ്ങളെ മുജാഹിദിന് വേണ്ടി നിയോഗിച്ചവരല്ല. അല്ലാഹ് പറയുന്നു കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാ. ഈ നാട് ഒരു ഹിന്ദു പട്ടിണി കിടന്നാൽ അവന്റെ ഭക്ഷണം കൊടുക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. ഈ പള്ളി ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നു, ഈ ഖിളർ മസ്ജിദിന്റെ ഉദ്ഘാടനം നാളെ നടക്കുമ്പോൾ, പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ, ഈ പള്ളി ഞാനിതാ തുറന്ന് ഇതിന്റെ മുട്ടവല്ലി പറയുന്നു, പള്ളി ലോക മുസ്ലിമിന് വേണ്ടി വഖഫ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ്. ഇവിടത്തെ ഹിന്ദുവിന്റെയും ക്രൈസ്തവന്റെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം അതിനകത്ത് വെച്ചാണ്. മദീനയിലേക്ക് കടന്നു വരുന്ന കണ്ണുകുഴിഞ്ഞ കവളൊട്ടിയ വയറൊട്ടിയ എല്ലുന്തിയ കുറെ ആളുകൾ മുളർ ഗോത്രത്തിൽപ്പെട്ടവരാണ് ഭൂരിപക്ഷവും. അവര് നഗ്നപാതരാണ്, അവര് അരമുണ്ട് മാത്രമേ ഉടുത്തിട്ടുള്ളൂ. ആ പാവപ്പെട്ടവരുടെ വേഷവും കോലവും അവസ്ഥയും കണ്ടിട്ട് റസൂലുള്ള മിമ്പറിൽ കയറിയിട്ട് പ്രസംഗിച്ചു, നാളെ നിങ്ങൾക്ക് എന്ത് വരുന്നു എന്ന് നിങ്ങൾക്കറിയൂല സഹോദര, അതുകൊണ്ട് വീട്ടിലേക്ക് പോയി നിങ്ങളുടെ കയ്യിലുള്ളത് എടുത്തുകൊണ്ട് വരൂ എന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തരും വീട്ടിലേക്ക് പോയി. ഇത് റിപ്പോർട്ട് ചെയ്ത ജരീർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ തൂണിന്റെ പിന്നിൽ മാറി നിന്ന് നോക്കുമ്പോൾ സ്വർണത്തിന്റെ ഒരു വലിയ കൂമ്പാരം, വെള്ളിയുടെ കൂമ്പാരം, ഗോതമ്പിന്റെ കൂമ്പാരം, ഈത്തപ്പഴത്തിന്റെ കൂമ്പാരം, വസ്ത്രത്തിന്റെ കൂമ്പാരം, ഇങ്ങനെ ഒരുപാട് കൂമ്പാരങ്ങളെ ഞാൻ കണ്ടു. മസ്ജിദുൻ നബവിയിലെ ജനങ്ങൾക്ക് റസൂലുള്ള വീതിച്ചു കൊടുത്തു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ചേർത്ത് നിർത്തി എല്ലാ നിലയിലും ബാങ്കുലിയും ശങ്കുലിയും അതുപോലെ മണിനാഥവും എല്ലാം മനോഹരമായി കേൾക്കുന്ന മഴവിൽ മനോഹാരിതയുടെ ഈ പരിശുദ്ധമായ നാട്ടിൽ നാളെ ഉദ്ഘാടനം ചെയ്യുന്ന സൂര്യാസ്തമയത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മഹാനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന ആ പള്ളി നെഞ്ചോട് ചേർത്ത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും എല്ലാ രാഷ്ട്രീയ മതഭേദമന്യേ എല്ലാവരും അതിനെ പവിത്രമായി കാണണമേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്